ഈ വീഡിയോയിൽ ഇന്ത്യക്കുള്ളിൽ ഡൽഹിയിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ഈ ലേഡി ഡോക്ടറായിട്ടുള്ള ഷഹീന ഷാഹിദ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡി. ഈ ലേഡിയെ ഫരീദാബാദ് എന്ന് പറയുന്നത് ഹരിയാനയിലാണ്. അതുപോലെ തന്നെ അൽഫല മെഡിക്കൽ കോളേജിലാണ് ഇവർ പ്രൊഫസറായിട്ട് പണിയെടുക്കുന്നത്. ഇപ്പോൾ ഈ ലേഡിക്ക് എന്താണ് ബന്ധം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഈ മുസമിൽ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുമായിട്ട്, ഡോക്ടർ മുസമിൽ എന്ന് പറഞ്ഞ ആ തീവ്രവാദിയുമായിട്ടാണ് ഈ ലേഡിക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത്. ഇവരെ തുടർന്ന് വീണ്ടും 2 ലേഡീസിനെയും കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സാദിയ അസർ, സമീറ അസർ എന്ന് പറഞ്ഞ 2 സ്ത്രീകളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരും തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. കാരണം ഇവരുടെ, അതായത് ഈ സാദിയ അസർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഹസ്ബൻഡ് ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം നോക്കേണ്ടത് 2019 ഗവൺമെൻറ് ശക്തമായ രീതിയിൽ UAPA നിയമം വീണ്ടും റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. 1967 വന്ന നിയമമാണ് ഈ UAPA എന്ന് പറയുന്നത്. ഈ UAPAയുടെ പ്രത്യേകത, ഇപ്പോൾ പലരും വാർത്തകൾ കേട്ടിട്ടുണ്ട്, UAPA ചുമത്തിയിട്ടുണ്ട്. ഇത് എന്താണ് ഈ ഒരു UAPA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു 2-3 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ തീവ്രവാദികൾ, രാജ്യദ്രോഹ കുറ്റം, ഇതേപോലത്തെ പരിപാടികളെല്ലാം തന്നെ UAPAയിൽ സെക്ഷൻ 40 പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പേരിൽ ചാർജ് ഷീറ്റ് പോലും ഇല്ലാതെ 180ഓളം ദിവസം അവരെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ കഴിയും. ആ ഒരു റൈറ്റ് ഈ നിയമം കൊടുക്കുന്നുണ്ട്. അതാണ് UAPAയുടെ പ്രത്യേകത. ചുമ്മാ വെറുതെ ആരെങ്കിലും പിടിച്ചിട്ട് വഴി പോകുന്നവരെയൊക്കെ പിടിച്ചുകൊണ്ട് UAPA ചുമത്താനൊന്നും പറ്റത്തില്ല. പിന്നീട് അത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് സെക്ഷൻ 15 വരുന്നുണ്ട്. ഈ സെക്ഷൻ 15 എന്ന് പറഞ്ഞാൽ UAPA കേസ് രജിസ്റ്റർ ചെയ്ത കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തി, അയാളുടെ മേലിൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ജീവപര്യന്തം തടവിൽ കിടക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അഥവാ വധശിക്ഷ നേരിടേണ്ടി വരും. ഇതാണ് ഈ UAPAയുടെ പ്രത്യേകത. ഇപ്പം ഞാൻ അതിൻ്റെ നിയമവശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. കാരണം ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഏതാണ്ട് 18ഓളം ആൾക്കാരെ ഇപ്പം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കശ്മീരിൻ്റെ ഉള്ളിൽ നടത്തിയ റെയ്ഡിൽ 1500 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് തീവ്രവാദികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത് 2019 പുൽവാമ ആക്രമണത്തിനൊക്കെ ശേഷം നമ്മൾ കശ്മീരിൽ വളരെ നിർണായകമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിലിറ്ററി അവിടെ എൻഫോഴ്സ് ചെയ്ത് ശരിക്കും അവിടുത്തെ തീവ്രവാദികൾക്ക് ഒരു രീതിയിലുള്ള നെറ്റ്വർക്കും ബിൽഡ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം നമ്മൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് അത് കുറേ കാലം കേന്ദ്രത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇലക്ഷൻ നടത്തുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ ഈ സമയത്ത് നടത്തേണ്ട ആവശ്യമില്ല, കാരണം സ്റ്റിൽ കശ്മീർ നമുക്ക് വിശ്വാസയോഗ്യമല്ല. കശ്മീർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഒരു വിഭാഗം ആൾക്കാരെ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് ഡീപ്പ് റൂട്ടിൽ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം തന്നെ ഈ റിലീജിയസ് ഓറിയന്റഡ്, ഇപ്പം ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആശയങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ ഈ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇതിനകത്ത് ബൗണ്ടഡായി നിൽക്കുന്നത്. അപ്പോൾ ഇത് 1 അല്ല 2 അല്ല 3 അല്ല പല തവണയായിട്ട് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞു. കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ടാണ് അവിടെ നമ്മൾ ഇലക്ഷൻ നടത്തിയതും വീണ്ടും അവിടെ ഒരു ഡെമോക്രസി നമ്മൾ പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ കോടതി ഉത്തരവാദിത്തം പറയുമോ ഈ ആക്രമണത്തിന്? കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർ പല സാഹചര്യങ്ങളിലും എന്തോ ഭയങ്കര നന്മ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള പൊട്ടത്തരങ്ങൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഈ കശ്മീരിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഡെമോക്രസി പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ നടത്തിയത്. ഇത് മറ്റാരും പറയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ നെറ്റ്വർക്കുകളെല്ലാം നമ്മൾ തച്ച് തകർത്തുകൊണ്ടാണ് കശ്മീരിനെ നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുവന്നതും ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുത്തതും അവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിച്ചതും പല രീതിയിലുള്ള പുരോഗതിയാണ് നമ്മൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഏതാണ്ട് ഒരുവിധം നമ്മൾ അതിൽ വിജയിച്ച മട്ടിലുമായിരുന്നു. പക്ഷേ ഈ ഇലക്ഷന് ശേഷം കാര്യങ്ങൾ ആകെ തകടം മറിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പം ഇതിനു മുമ്പ്, അതായത് 2019 മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ലഷ്കറിനും ജയ്ഷിനൊക്കെ ബേസ് ക്യാമ്പുകൾ ഇന്ത്യൻ കശ്മീർ വാലിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ റൂളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇന്ത്യൻ മിലിറ്ററി അവിടെ ഇറക്കി എല്ലാം തച്ച് തകർത്ത സമയത്താണ് ഇവരുടെ ബേസ് ക്യാമ്പുകളെല്ലാം തന്നെ ഇവർ ചടപടയിൽ നിന്ന് എടുത്തുകൊണ്ട് POKയുടെ മേഖലയിലേക്ക് മാറ്റിയത്. അവിടെയും അവർക്ക് ബേസ് ക്യാമ്പ് ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ബേസ് ക്യാമ്പുകളൊന്നും തന്നെ അവർ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. ഇപ്പം അവർക്കുള്ളതെല്ലാം കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണ്. എവിടെ? കശ്മീർ വാലിയിലുള്ളതെല്ലാം കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണ്. നമ്മളിത് പലതും ഇന്റലിജൻസ് ബേസിലുള്ള വാർത്തകളാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതേപോലത്തെ വാർത്തകൾ ഒരിക്കലും നിങ്ങൾക്ക് മെയിൻ സ്ട്രീമിൽ കിട്ടത്തില്ല. അവരിങ്ങനെയല്ല അതിനെ നറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവരേതായാലും ഈ ലോക്കൽ പൊളിറ്റിക്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കശ്മീരിൻ്റെ ഉള്ളിൽ ഈ ലഷ്കറിനും ജയ്ഷിനൊക്കെ കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണുള്ളത്. ഈ കമ്മ്യൂണിക്കേറ്റേഴ്സിനെ തന്നെ അവർക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫോറിൻ
ഇന്റർവെയിൻ ആവശ്യമുണ്ട്. ഫോറിൻ ഇന്റർവെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് ഒരാളെ എൻഗേജ് ചെയ്യിപ്പിക്കണം, എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇവരെ കൂട്ടിമുട്ടിപ്പിക്കണം, അവിടെ വെച്ചിട്ട് ഇവർക്ക് രഹസ്യമായിട്ട് വിവരങ്ങൾ കൈമാറണം, എന്തൊക്കെ പ്ലാൻ ഉണ്ടെന്നുള്ള അജണ്ട കൊടുക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. ഇപ്പൊ അവർക്ക് കശ്മീരിന്റെ ഉള്ളിൽ, ഇന്ത്യൻ കശ്മീരിന്റെ ഉള്ളിൽ ലഷ്കറിനും ജയ്ഷിനുമുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രവർത്തകൻ അവിടെ ഉണ്ട്, അവൻ ഇന്ന സ്ഥലത്താണ് താമസം, ഇന്നതാണ് കോഡ് ഭാഷ, ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ വന്ന് മീറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള രീതിയിലാണ് പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ രീതിയിലാണ് കശ്മീരിന്റെ ഉള്ളിൽ ഇപ്പം ജയ്ഷും ഈ ലഷ്കറൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവര് ഈ ഡോക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ഈ വ്യക്തികളെല്ലാം തന്നെ ഈ അൽഫല മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ഈ അൽഫല കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ അൽഫല കോളേജിൽ ഈ പൊട്ടിത്തെറിച്ച ഉമർ മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഇനിയും നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഈ ടിപ്പർ ലോറി കൊണ്ടുപോയിട്ട് ഈ സിംബോളിക്കായിട്ട് ഭയങ്കരമായിട്ട് ദീൻ കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരെ കണ്ടാൽ തന്നെ മനസ്സിലാകാൻ പറ്റും. ഇവരെയൊക്കെ പിടിച്ചാൽ ലോറിക്കകത്ത് കയറ്റി കൊണ്ടുപോയി കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പുറത്തു വരും. അല്ലാതെ ഇതിലൊന്നും നമ്മൾ സെന്റിമെന്റ് നോക്കിയിട്ട് കാര്യമില്ല. സെന്റിമെന്റ് നോക്കിയിട്ട് ഇവൻ അത് ഉൾപ്പെട്ടിട്ടില്ലയോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിലും നടപടിയാകുന്ന കേസല്ല. ഇതേപോലെ പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറിക്കും. ഈ 3000 കിലോഗ്രാം വെടിമരുന്ന് കൊണ്ട് നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ വെടിമരുന്ന് കൊണ്ടുപോകുന്നത് അവന്റെ വീട്ടിന്റെ പുറകിൽ പാറ പൊട്ടിക്കാനല്ലല്ലോ. വല്ല അദാനി പോർട്ടിന് വല്ല കല്ല് സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇത് വളരെ വ്യക്തമാണ്. ആ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. ഇനിയും എത്ര കോളേജുകളുമായിട്ട് ഇവർക്ക് ലിങ്ക് ഉണ്ട് എന്നുള്ളതും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇന്റലിജൻസ് തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. NIA, NSG, ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ, ഇതെല്ലാം തന്നെ നമ്മൾ വളരെ, പിന്നെ JNK പോലീസ്, ഇതുപോലെ പലരും ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രഷർ, ഈ ഉമർ എന്ന് പറഞ്ഞവന് ആ ഒരു പ്രഷർ സഹിക്കാൻ പറ്റുന്നില്ല. അതായത് അവൻ ഇപ്പൊ ഇത് പൊട്ടിത്തെറിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ കയ്യോടെ പിടികൂടും എന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ ഇന്ത്യയുടെ NIA ഭാഗത്ത് നിന്ന് പുറത്തു വരേണ്ട റിപ്പോർട്ടുകളാണ്. ഇപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ ഈ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവര് ലഷ്കറിന്റെ ആൾക്കാരല്ല, ഇവർ ജയ്ഷിന്റെ ആൾക്കാരാണ്. ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനയുടെ വിമൻസ് വിങ്സ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലേഡീസ്. ഇതിനകത്ത് ഇവർ 3 പേര് മാത്രമാണ് ഇപ്പൊ നിലവിൽ കസ്റ്റഡിയിലുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് സ്ത്രീകളുണ്ടെന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവര് ഈ ഇടപെട്ട കാലത്തല്ല, ഇവർ കുറെ നാൾക്ക് മുമ്പ് തന്നെ ഇവര് ഈ സ്ത്രീകളെ ഹയർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് ഒരുപാട് സ്ത്രീകളെ ഇവർ ഓൺലൈനിലൂടെയാണ് ഹയർ ചെയ്തിരിക്കുന്നത്. ഓൺലൈനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേറ്റർ. ഈ ഓൺലൈനിലൂടെയാണ് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് സ്ത്രീകളെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ലിമിറ്റഡ് ആണ് കമ്മ്യൂണിക്കേഷൻ. ആ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ടൈം എടുത്ത് ഇത്രയും ആൾക്കാരെ അവർക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പണ്ടത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴേ ചാക്കിട്ട് പിടിച്ച് അവർ തുടരെ കുറെ സ്ഥലത്ത് ഇതിനു മുമ്പ് നടത്തി തീർത്തേനെ. തുടർന്ന് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി. ഈ ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള പൊട്ടിത്തെറി ഇന്ത്യക്കുള്ളിൽ നടന്ന പൊട്ടിത്തെറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് യുനെസിന്റെ സർക്കാരിനോടുള്ള വിരോധം. അപ്പം ഗ്രാമീൺ ബാങ്കിന്റെ തൊട്ട് മുമ്പിലാണ് ഒരു പൊട്ടിത്തെറി സംഭവിച്ചത്. ഇത് കൂടാതെ വേറെ 2 സ്ഥലങ്ങളിൽ 2 ദിവസത്തിന് മുമ്പ് പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശിന്റെ ഇന്റർണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് ശരിക്കും ഈ BNP പാർട്ടി, അതേപോലെ കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടി അവിടെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് യുനെസ്. ഈ സപ്രസ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാർ വന്നിട്ട് യുനെസിനെതിരെ നടത്തുന്ന പൊട്ടിത്തെറികളാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നേരെ പാകിസ്ഥാനിൽ ഒരു പൊട്ടിത്തെറി. പാകിസ്ഥാനിൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ കോർട്ടിന്റെ ഫ്രണ്ടിലാണ് പൊട്ടിത്തെറി സംഭവിച്ചത്. ഇപ്പൊ നിലവിലെ ഒരു ടോൾ അനുസരിച്ച് 12 പേര് ആ ഒരു പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലെയിം ഏറ്റെടുത്തിരിക്കുന്നത് TTP, തെഹ്രീക്ക് താലിബാനികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിം ഏറ്റെടുത്തിരിക്കുന്നത്. അത് തികച്ചും പാകിസ്ഥാന്റെ ഇന്റർണൽ വിഷയമാണ്. പാകിസ്ഥാനിൽ ഇന്നല്ല പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. പാകിസ്ഥാനിൽ തുടരെ ഇപ്പൊ കുറെ മാസങ്ങളായിട്ട്, ഏതാണ്ട് വർഷങ്ങളായിട്ട് പൊട്ടിത്തെറി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അവർ ഇത് ഇന്ത്യയാണ് നടത്തിയത്. ഇന്ത്യയുടെ പ്രോക്സികളെ വെച്ചിട്ട് ഇന്ത്യക്കുള്ളിൽ എന്താണോ സംഭവിച്ചത് അതുപോലത്തെ ഒരു അറ്റാക്കാണ് പാകിസ്ഥാനുള്ളിൽ നടത്തിയത് എന്നുള്ള രീതിയിലുള്ള ക്ലെയിമാണ് അവർ ഉന്നയിക്കുന്നത്. അത് ഫേക്ക് ക്ലെയിം ആണെന്നുള്ള രീതിയിലുള്ള മറുപടി ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ കൊടുത്തിട്ടുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ രീതിയിലുള്ള ഉഡായ്പകളുമായിട്ട് വരണ്ട. പാകിസ്ഥാന്റെ ഉള്ളിൽ TTP ആ ഒരു ആക്രമണത്തിന് ഏറ്റെടുത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതിനെ കൊണ്ട് ഇന്ത്യയുടെ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. അനോണിമസ് അലിഗേഷൻ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇസ്രായേൽ കട്ടയ്ക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഇസ്രായേലിനെ പോലെ തന്നെ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നുള്ളത് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം.
അതുകൊണ്ട് ഇസ്രായേൽ എന്ത് സഹായം ചെയ്യാനും തയ്യാറാണെന്നുള്ള നിലയിലാണ് ഇന്ത്യക്ക് എന്ത് തീരുമാനം എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട സപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആഗോളതലത്തിൽ പല രാജ്യങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഒരു സിമ്പതി, അതായത് ഈ തീവ്രവാദ ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിനോട് ഒരു ഇനിഷ്യലി ഒരു സിമ്പതിയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും ആൾക്കാർ. പിന്നീട് നമ്മൾ ഇപ്പൊ ഈ തീവ്രവാദത്തിന്റെ ലിങ്ക് പാകിസ്ഥാനിലുണ്ട്, അല്ലെങ്കിൽ ഈ തീവ്രവാദത്തിന്റെ ലിങ്ക് ബംഗ്ലാദേശിലുണ്ടെന്ന് പറഞ്ഞിട്ട് 2 ബോംബ് പൊട്ടിച്ചു നോക്കൂ, അപ്പോൾ കുറെ എണ്ണങ്ങൾ തിരിഞ്ഞു കളിക്കും. ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ല, അതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരും. സമയത്ത് ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് രാജ്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. കാരണം നമ്മളാണ് ഇപ്പൊ വിക്ടിം പൊസിഷനിൽ നിൽക്കുന്നത്. പെഹൽഗാം സംഭവിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ത്യയുടെ NIA അതുപോലെ NSG 2 ഫോഴ്സുകളും അൽഫല കോളേജിൽ പുകുന്ന് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 18 പേരിലധികം ഇപ്പം ഓൾറെഡി തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയും തുടർന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. 12-ാം തീയതി ഇന്ന് 5:30-ക്കാണ് ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം ഇന്ത്യ വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കും. ഒരു വാർത്ത കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. C-130 തുർക്കിയുടെ ഒരു മീഡിയം സൈസ് കാർഗോ എയർക്രാഫ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ അത് അവർ മിലിറ്ററി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. C-130 കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ഫ്ലൈറ്റ് 2ആയിട്ട് മുറിഞ്ഞ് ആകാശത്ത് നിന്ന് താഴോട്ട് നിലം പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഇതിനകത്ത് 20ഓളം തുർക്കി സോൾജേഴ്സ് ഉണ്ടായിരുന്നു. തയ്യബ് എർദോഗൻ ഒരു സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയത്തിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ പുള്ളിക്ക് കിട്ടുന്നത്. ഒരാൾ ഒരു പേപ്പറിൽ എഴുതി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് അപ്പം തന്നെ തയ്യബ് എർദോഗൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് 20 സോൾജേഴ്സിന് അപ്പം തന്നെ കണ്ടോളൻസ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. വീരമൃത്യു വരിച്ച നമ്മളുടെ സോൾജേഴ്സിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ ഫുട്ടേജ് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് ഒടിഞ്ഞ് 2 ഭാഗങ്ങളായിട്ട്, ഇഞ്ചിനോട് ചേർന്ന് ചിറകിന്റെ ഭാഗം ഒരു സൈഡിലും, അതായത് അതിന്റെ മിഡിൽ പോർഷൻ തൊട്ട് വാലിന്റെ കഷ്ണം വേറൊരു സൈഡുമായിട്ട് 2 സൈഡിലായിട്ടാണ് ഇങ്ങനെ വീണത്. അത് താഴെ വീണ് പൊട്ടി അത് ബ്ലാസ്റ്റായി തീർന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ C-130 എന്ന് പറയുന്ന ഈ ഒരു മീഡിയം റേഞ്ച് എയർക്രാഫ്റ്റ് പലരും ഉപയോഗിക്കുന്നതാണ്. മീഡിയം റേഞ്ച് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഇത് കാർഗോ ഷിപ്മെന്റ് നടത്തുന്ന രീതിയിലുള്ള വലിയ എയർക്രാഫ്റ്റിന്റെ ഒരു മീഡിയം സൈസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് പല രാജ്യങ്ങളും ഇപ്പോൾ ഡൗട്ട്ഫുൾ ഇത് എന്തുകൊണ്ടാണ് ഇത് പൊട്ടി തകർന്ന് വീണത് എന്നുള്ളതിനെ കുറിച്ച് ആ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ കാരണം അറിയാൻ വേണ്ടിയിട്ട്, ആ റീസൺ അറിയാൻ വേണ്ടിയിട്ട്. കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.